കാരണം എല്ലാവർക്കും ഉള്ള ടെൻഷനാണ് നമ്മുടെ അയർലൻഡിലെ ഗ്രോസറി ഷോപ്പിൽ നമുക്ക് എന്തൊക്കെ വാങ്ങാം. അപ്പം ഞാൻ ഇന്ന് ലിഡിലോട്ട് പോകും. അപ്പോൾ ലിഡിൽ എന്തൊക്കെയാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്, എന്തൊക്കെ വാങ്ങാൻ പറ്റും എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ ലിഡിൽ, ആൾഡി അങ്ങനെ പോലുള്ള പല സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അപ്പോൾ ലിഡിൽ എങ്ങനെ എന്തൊക്കെ കിട്ടും, അതിൻ്റെ എന്തൊക്കെയാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഷോപ്പിങ്ങിന് എന്തൊക്കെ അവൈലബിൾ ആണെന്നുള്ളതൊക്കെ നമുക്ക് കാണിക്കാം. ഓക്കെ, നമ്മളപ്പോൾ അകത്തോട്ട് ലിഡിലിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഇവിടെ ചെടികളാണ് ഇരിക്കുന്നത് കേട്ടോ. പല റേഞ്ചിലുള്ളതുണ്ട്. പിന്നെ ഇത് നമ്മൾ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് എടുത്തിട്ട് സാധനങ്ങൾ എടുക്കാനായിട്ട് ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും. ഇവിടെ എല്ലാം മിക്കതും പൊട്ടിയായിരിക്കുന്നത്, നമുക്കിപ്പോൾ വേറെ എടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിൽ പോകുമ്പോഴത്തേക്കും ഇവിടെ സ്പെഷ്യൽ ഓഫേഴ്സ് സൈഡിൽ ഈ ഗ്രേപ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. പിന്നെ റൈറ്റ് സൈഡിലോട്ട് തിരിയുമ്പോൾ ഉണ്ടല്ലോ, അവിടെ നമ്മുടെ കുറച്ച് ചെടികളും അതും ഇതൊക്കെ അവിടെയുണ്ട്. പിന്നെ ഇതാണ് അസ്പരാഗസ്. ഇത് കുറച്ച് ഫ്രൂട്ട്സൊക്കെയാണ്. ഇനി ഫ്രൂട്ട് സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ ഓറഞ്ച്, ലെമൺ, ലൈം അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ ആണ് നമ്മുടെ ക്രോസൻസ്, പിന്നെ ബൺസ്, പിന്നെ എല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഡോണറ്റ്സ് ഉണ്ട്. ഡോണറ്റ്സ് ഇവാൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. ഇനി അല്പം കൂടി ഫ്രണ്ടിൽ പോകുമ്പോൾ അവിടെ തന്നെ ഈ ഡോണറ്റ്സിൽ ജാമുള്ളത്, പിന്നെ ബ്രെഡുകളുണ്ട്. പല ടൈപ്പ് ബ്രെഡുകളുണ്ട് കേട്ടോ. ഈ ബ്രെഡുകൾ നമുക്കിവിടെ നിന്ന് വലിയ ബ്രെഡുകളാണ് സ്ലൈസ് ചെയ്ത് ഫ്രഷായിട്ട് നമുക്ക് എടുത്തിട്ട് പോകാം. താച്ചേട്ട ഇവിടെ ഇപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മെഷീൻ്റെ അകത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കും. അതിനുശേഷം നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലോട്ട് പോകാം. ഇവിടെ കുറേ ബർഗർ ബ്രെഡ്, പിന്നെ ബ്രെഡുകൾ, പിന്നെ കുറേ ബൺസുകൾ, പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഈ സെക്ഷൻ വന്നിട്ട് പ്രോട്ടീൻസും മറ്റേ വേ പ്രോട്ടീൻസും അങ്ങനെ കുറേ പ്രോട്ടീൻ പൗഡേഴ്സ് അതൊക്കെയാണ് പല ഫ്ലേവറിൽ നമുക്കിവിടെ നിന്ന് അവൈലബിൾ ആണ്. പിന്നെ ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മാറി നടക്കുക കേട്ടോ, ആളില്ലാത്ത സ്ഥലത്ത് കൂടെ ഷൂട്ട് ചെയ്യാനായിട്ട്. ഇത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് ജസ്റ്റ് കയറിയതാണ് പഴം എടുക്കാനായിട്ട്. ഇതിങ്ങനെ പല ലൂസ് ടൈപ്പിലും അല്ലാതെ പാക്കറ്റ്സ് ആയിട്ട് വേറെ കാണും. പിന്നെ കണ്ടോ, ഇവിടെ പഴം ഞാൻ ഇപ്പോൾ എടുക്കുകയാണ്. ഇത് ഏകദേശം നമുക്ക് മെഷർ ചെയ്തെടുക്കാം. നമ്മൾ എന്തായാലും പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് വേ ചെയ്ത് ആ മെഷീൻ എടുത്തോളൂ, അതുകൊണ്ട് ഇപ്പോൾ നോക്കുന്നില്ല. അപ്പോൾ ഇതാ ഇഷ്ടംപോലെ ആപ്പിളുകൾ, പിന്നെന്താ ഇവിടെ ക്യാപ്സിക്കം, ഗാർലിക്ക്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ മല്ലിയിലൊക്കെ ഇവിടെ തന്നെ കിട്ടും കേട്ടോ. നമ്മുടെ കറി ലീവ്സ് ഒന്നും കിട്ടില്ല, പക്ഷേ ബേസ് ലീവ്സ് അതൊക്കെ കിട്ടും. ഇവിടെ പിന്നെ പൊട്ടറ്റോസ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് ഓണിയൻസ് ഉണ്ട്, വൈറ്റും റെഡ് ടൈപ്പ് ഓണിയൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അത് കോളിഫ്ലവർ, ക്യാബേജ്, അതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോഴേക്ക് ടെൻഷനല്ല, ഈ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുമോ എന്തൊക്കെ ചെയ്യും. അപ്പോൾ ഒരു വിധത്തിലുള്ള ഗ്രോസറി ഷോപ്പ് ലിഡിൽ, സൂപ്പർ വലിയ എന്നൊക്കെ ഇടുക. അപ്പം മാങ്ങ ഉണ്ടോ, നല്ല മാങ്ങ കേട്ടോ. ഞങ്ങളിത് മുമ്പും കഴിച്ചു നോക്കി. ചെറിയ പഴുപ്പാണെന്ന് അത്ര പുളിയുമില്ല. ഉപ്പിട്ട് കഴിക്കാം, പിന്നെ വേണമെങ്കിൽ കറിയിലിട്ടൊക്കെ കഴിക്കാം. ചിലർ കറിയിലിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞു, പക്ഷേ ഞങ്ങൾ ചില സമയത്ത് മലയാളി കടയിൽ നിന്നാണ് വാങ്ങുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കോൺഫ്ലേക്സ് അങ്ങനത്തെ പല പല ഫ്ലേവറിലുള്ളത് അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഷുഗറുണ്ട്, പലതരത്തിലുള്ള ഷുഗറുണ്ട്. ഈ ഐസിങ്ങിന് വേണ്ടിയുള്ള ഷുഗർ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഷുഗറൊക്കെ ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഈ സലാമി പോലത്തുള്ള, സോസേജ് പോലെയുള്ള മീറ്റ് പ്രൊഡക്ട്സുകളും അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ സൈഡിൽ വന്നിരിക്കുന്നത്. ഇതിലെല്ലാത്തിനും വിലയും വിവരങ്ങളൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് കുറേ യോഗട്ടുകൾ, ചീസുകൾ, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പിന്നെ അടുത്ത ഏരിയയിലോട്ട് വരുമ്പോൾ ചിക്കനുണ്ട് കേട്ടോ. ഫുൾ ചിക്കനുണ്ട്, സ്മോൾ ചിക്കനുണ്ട്, മീഡിയം സൈസ് ഉണ്ട്, അങ്ങനെ പലതരത്തിൽ. പിന്നെ ഇതിൻ്റെ സ്ലൈസസ് പാർട്ടുകളും ഇന്ന പോർഷൻ തൈ പാർട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്, വിങ്സൊക്കെ ഉണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും പലതരത്തിലുള്ള സോസുകളാണ് കറീസൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇവിടെ ഈ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചിക്കൻ ടിക്ക, ബട്ടർ, അങ്ങനെയുള്ള സാധനങ്ങൾ, ബട്ടർ ചിക്കനൊക്കെ. പിന്നെ ഇതൊക്കെ കേക്ക്സ്, ബ്രയോഷുകൾ, ക്രോസൻസ്, ഇത് പാക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അത് നമുക്ക് പിന്നെ സ്കൂളിൽ കുട്ടിയൊക്കെ കൊടുക്കാനും സ്നാക്സൊക്കെ ആയിട്ട് എടുക്കാനും ഞങ്ങൾ സാധനം ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കാറ് കേട്ടോ. അങ്ങനെ പിന്നെ എന്താ സാധനങ്ങൾ, പാക്ഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കണ്ടോ. ഈ കോംപ്ലക്സ്, മുസ്ലി, അതൊക്കെ ഈ സൈഡിൽ തന്നെയാണ്. പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. എന്താ പറയുന്ന സ്വിസ് ടൈപ്പ്, ഫ്രഞ്ച് ടൈപ്പ് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു പലതരത്തിൽ. പിന്നെ ഈ ചോക്കോസ്, ചോക്ലേറ്റ് ഫ്ലേവേഴ്സ്, അങ്ങനെ. ഈ ഏരിയയാണ് ഞാൻ നേരത്തെ പോയത് തന്നെയാണ്. ഇത് ഈ ബട്ടർ ചിക്കൻ സോസ്, ചിക്കൻ ടിക്ക മസാല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഏരിയയിൽ ട്യൂണ, ചങ്ക്സ്, സാർഡിൻ്റെ ഇത്,
അങ്ങനെയുള്ള പാക്ഡ് ടിൻ സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതിനൊക്കെ തന്നെ പല ചിക്ക് പീസ്, ടൊമാറ്റോ സോസുകൾ, അങ്ങനെയുള്ള സാധനങ്ങളും ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇതൊക്കെ ഓയിൽസാണ്. പിന്നെ ഇത് മറ്റേ നമ്മുടെ കോൾഡ് ഡ്രിങ്ക്സ് അങ്ങനെ. പിന്നെ ഇതുകൂടാതെ തന്നെ ഇവിടെ തന്നെ പല ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻസുകളുണ്ട്. ബൾബ്, എയർ ഫ്രയർ, പിന്നെ ഹെയർ ഡ്രയർ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ കുട്ടികളുടെ ഒത്തിരി സാധനങ്ങൾ. ഈ സ്മോൾ സ്യൂട്ട് കേസൊക്കെ ഉണ്ടല്ലോ, അത് കണക്കിന്. പിന്നെ ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള സാധനങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം കൂടെ പല പല ഏരിയയിലും ഇത്. പിന്നെ പലതരത്തിലുള്ള സാൻഡൽസ്, പിന്നെ ഈ ഡ്രിൽ മെഷീൻസ്, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ നെയിൽസ്, ബിറ്റ്സുകൾ, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് കറങ്ങി കിടക്കുകയാണെങ്കിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഫസ്റ്റ് വരുമ്പോഴത്തേക്കും ഇതൊന്നും ആവശ്യമില്ല. പക്ഷേ സ്വന്തമായിട്ട് വീടൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും അവരവരുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ വീട്ടിലൊക്കെ ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ സാധാരണ കാണും. അപ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നേരത്തെ കണ്ട ഇതാണ് കേട്ടോ, നമ്മൾ നേരത്തെ ഈ യോഗട്ട്സൊക്കെ കണ്ടില്ല, അതിൻ്റെ എക്സ്റ്റൻഷനാണ് ഇങ്ങോട്ട്. അവിടെ തന്നെ മിൽക്കും സാധനങ്ങളൊക്കെ ഉണ്ട്, ഫ്ലവേഡ് യോഗട്ട്സും ഉണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഫയറിന് വേണ്ടിയുള്ള സാധനം, ഗ്രില്ലിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടോയ്സും സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ പിന്നെ കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ, ഫിറ്റ്നസ് സംബന്ധമായ സാധനങ്ങൾ, ഗ്രില്ലിൻ്റെ ഈ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ സമ്മറിനാകുമ്പോഴത്തേക്കും ഈ ഗാർഡനിൽ വെക്കേണ്ട സാധനങ്ങൾ, അങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാത്തിൻ്റെ സ്പെയർ പാർട്സുകളും അതും ഇതൊക്കെ കിട്ടും. ഡ്രില്ലിംഗ് മെഷീൻസ് വലുത് ചെറുത്, പിന്നെ നമ്മുടെ വാഷ് ചെയ്യുന്ന സാധനങ്ങൾ, മീൻസ് കാർ വാഷിൻ്റെ സാധനങ്ങളൊക്കെ അല്ല അത്. പിന്നെ ചെയ്തോരിക്കുന്നുണ്ടോ, ചേറുണ്ടോ, ഈ പലതരം അടുപ്പുകൾ, അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ ടിഷ്യൂസ്, ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനമാണ്. എല്ലാ വീടുകളുണ്ട്. ഇതാണ് കമ്പോസ്റ്റാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ മണൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്ട് എല്ലാവരും ഈ കമ്പോസ്റ്റ് സോയിൽ തന്നെയാണ് പ്ലാന്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാ സീഡ്സൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പിന്നെ ഫയർ, മറ്റേ നമ്മൾ വുഡ് ഫയറുകൾ, പിന്നെ അതിന് വേണ്ട എസെൻഷ്യൽ സാധനങ്ങൾ, പിന്നെ ക്ലോത്തുകൾ, ചപ്പൽസ്, ടോയ്സ്, കുട്ടികൾക്കുള്ള ഇഷ്ടം പോലെ. കുട്ടികളെയും കൊണ്ട് വന്ന് അവർക്ക് ഇതിലുള്ള എല്ലാ സാധനങ്ങളും വേണ്ടി വരും. പിന്നെ ഇത് ഇവരുടെ തന്നെ ലിഡിലിൻ്റെ തന്നെ ബ്രാൻഡുണ്ട്. അല്ലാതെ തന്നെ പ്രൈവറ്റ് ബ്രാൻഡിൻ്റെ സാധനങ്ങളും ഇവിടെ ചിലതൊക്കെ ഇത് ചെയ്തിട്ടുണ്ടാവും, ലേഔട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പാലിൻ്റെ സെക്ഷനാണ്. ഇവിടെ ക്യാൻസിലുണ്ട്, അല്ലാതെ നമ്മുടെ പാക്കിംഗ് ആയിട്ടും ഉണ്ട്. അതായത് കണക്കുള്ള ചെറിയ പാക്കിംഗ് ആയിട്ടുണ്ട്. ഇതിൽ തന്നെ പ്രോട്ടീൻ മിൽക്ക്, പലതരത്തിലുള്ള ലൈറ്റ് മിൽക്ക്, അങ്ങനെ ഒത്തിരി ടൈപ്പ് സാധനങ്ങളുണ്ട്. ഇവിടെ തന്നെയാണ് യോഗട്ടും എല്ലാം വരുന്നത്. ഇത് വന്നിട്ട് ഫ്രോസൺ ഏരിയ ആണ് കേട്ടോ. ഇവൻ്റെ ഫേവറേറ്റ് അടുത്ത ഒരു ഏരിയയാണ്. ഇവിടെ വലിയ കിങ് പ്രോൺസ്, പിന്നെ പല ബ്രാൻഡുകൾ. ഇതുണ്ടോ, ഞങ്ങൾ ഈ സാധനം എടുക്കാറുണ്ട്. ആദ്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് കുക്ക്ഡും റോ ആയിട്ടുള്ള. സത്യം പറഞ്ഞാൽ റോ എടുത്ത് നമ്മൾ കുക്ക് ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലത്തെ കറികളുടെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. കുക്ക്ഡ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. അത് പലതരത്തിലുള്ള സാധനമുണ്ട്. ഇത് കണ്ടോ, പിന്നെ പലതരത്തിലുള്ള റെഡിമെയ്ഡ് കേക്ക്സുകളും ഉണ്ട്. പല ഫ്ലേവറുണ്ട്. ചോക്ലേറ്റ് ഉണ്ട്, സ്ട്രോബെറി ഇത് വരുന്ന ടൈപ്പുകളുണ്ട്. അങ്ങനെ ഇത് ഫ്രോസൺ ആയിട്ട് നന്നായിട്ട് തന്നെ ഇരിക്കും, കുഴപ്പമില്ല. നമ്മൾ പെട്ടെന്നെടുത്ത് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ തന്നെ പലതരം ഐസ്ക്രീംസ്, പിന്നെ ഈ പൊട്ടറ്റോ ചിപ്സ്, അങ്ങനെ പോലത്തെ സാധനങ്ങൾ, പിന്നെ എന്താ പറയുക, എല്ലാം ഫ്രോസണാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസ്ക്രീംസ്. അത് ബോട്ടിൽസിൽ വരുന്നുണ്ട്, പിന്നെ കോൺ ടൈപ്പ് ഉണ്ട്, പിന്നെ ലോലിപോപ്പ് ടൈപ്പ് ഉണ്ട്, നമ്മുടെ നാട്ടിലെ പോലത്തെ. അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ പിസ്സകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിസ്സകളുണ്ട് കേട്ടോ. ഇവിടെ കൂടുതൽ പെപ്പറോണി പിസ്സ, ചിക്കൻ മാർഗരേറ്റ, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ വെജിറ്റേറിയൻ ടൈപ്പ് സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ തന്നെ തിൻ ക്രസ്റ്റ്, തിക്ക് ക്രസ്റ്റ്, അങ്ങനെയുള്ള പല ടൈപ്പ് ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് മൈക്രോ ഓവൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഓവൻ ഉണ്ടെങ്കിലും പിന്നെ എയർ ഫ്രയർ ഉണ്ടെങ്കിലും അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഫ്രൂട്ട് ചങ്ക്സുകൾ, അതായത് പൈനാപ്പിൾ, മാംഗോ, ഇവിടെ ആൾക്കാർ സ്മൂത്തിയൊക്കെ ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ ഫ്രോസൺ വെജിറ്റബിൾസും ഈ സെക്ഷനിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ സെക്ഷനിലായിട്ട്. പിന്നെ ഇവിടെ നഗ്ഗറ്റ്സ്, അതും ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. അതും നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഡ്രിങ്ക്സൊക്കെ കഴിക്കുമ്പോഴത്തേക്കും കഴിക്കാനൊക്കെ നല്ലതാണ്. സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ചിക്കൻ ബർഗറിൻ്റെ പാറ്റീസ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയും കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്. ഞങ്ങളിത് ലിഡിൽ, ആൾഡിയിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. അത് നല്ലൊരു സാധനമാണ്. ആൾഡിയിലും ഉണ്ട്, എല്ലായിടത്തും മിക്കവാറും ഉണ്ടാവാറുണ്ട് സാധാരണ. പിന്നെ പൊട്ടറ്റോയുടെ തന്നെ കുറേ വെറൈറ്റീസ് സാധനങ്ങളുണ്ട് കേട്ടോ. വെഡ്ജസ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതുണ്ട്. ഇത് മാംഗോ ചങ്ക്സ് ഞങ്ങൾ മിക്കവാറും എടുക്കാറുണ്ട്.
പിന്നെ അതിൽ തന്നെ പൈനാപ്പിൾ ഉണ്ട്, പിന്നെ ഈ ബെറീസിൻ്റെതും ഉണ്ട്, ബ്ലൂബെറിയൊക്കെ ഫ്രോസൺ ഉണ്ട്. അത് നമുക്ക് ഷേക്കൊക്കെ അടിക്കുന്നവർ, സ്മൂത്തി അടിക്കുന്നവർക്ക് നല്ലതാണ്. ഇത് പ്രോൺസ് ആട്ടോ. ഇത് പലതരത്തിലുണ്ട്. കിങ് പ്രോൺസ്, ചെറിയ പ്രോൺസൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫിഷിൻ്റെ ഫില്ലറ്റ്സ്, ഇവിടെ കൂടുതൽ ഫിഷ് മുള്ളോടെ കിട്ടില്ല, ഫില്ലറ്റ്സൊക്കെ ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ക്ലീൻ ചെയ്യുന്നത് വേണ്ട, കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് വെച്ചാൽ മതി. ചില സമയത്ത് ഇവിടെ ട്യൂണയും സാർഡൈനും കൂടെ വരാറുണ്ട്. ഇതിപ്പോൾ സാൽമൺ പിന്നെ ഇത് പ്രോണൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് കേക്കുകളാണ്, ഫ്ലേവേർഡ് കേക്കുകളാണ് കേട്ടോ. അങ്ങനെ ഇത് ബർഗറിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇത് പക്ഷേ ബീഫിൻ്റെയാണ് നമ്മളിപ്പം കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വന്ന് ഇത് പ്രത്യേകിച്ച് പറയേണ്ട സാധനം ഈ ആപ്റ്റാ മില്ല് എന്നൊക്കെ പറയും. അതായത് കുട്ടിയൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഫീഡ് വാങ്ങാൻ ഇവിടെ ഒരുവിധം എല്ലാവരും പറയുന്നത് ഇവിടുത്തെ പൊടികളൊക്കെ ഒരുവിധം കുട്ടിയൊക്കെയുള്ള സാധനങ്ങൾക്ക് വളരെ നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് വളരെ നല്ല സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ ഡിഷ് വാഷർ, പിന്നെ നമ്മുടെ ടോയ്ലറ്റ് വാഷർ, പിന്നെ വീട്ടിലാവശ്യമുള്ള ലേഡീസ് സാധനങ്ങളും അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ ഇതിനൊക്കെയുള്ള ഇതുണ്ട് ഈ സെക്ഷൻ. ഇത് മൊത്തം പെറ്റ്സിനുള്ള, ഇവിടെ പെറ്റ്സില്ലാത്ത വീടുകളുണ്ടല്ലോ, അപ്പോൾ അതിനുള്ള ഫുഡ്, അത് ക്യാറ്റിനും ഡോഗിനും ഒക്കെ ഉള്ള ഫുഡുകളും അതും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അറിയാമല്ലോ, അപ്പോൾ ഈ ഇതിനെ കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു കവറും കൊണ്ട് പോകണം, അവിടെ ഒന്നും വേസ്റ്റ് ഇടാൻ പറ്റില്ല, അതൊക്കെ എടുത്തിട്ട് പോകണം. അപ്പോൾ അത് അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ഡിഷ് വാഷർ, ലോണ്ട്രി വാഷർ, പിന്നെ സോഫ്റ്റ്നർ, പിന്നെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഈ ഏരിയയിലുണ്ട്. അത് ഇവിടെ പിന്നെ കുറേ വൈറ്റമിൻ ബി, ജനറലി ചെറിയ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഒരു ടെൻഷനാണ് നമുക്ക് കഫ് സിറപ്പ്. അതൊക്കെ ഇവിടെയൊക്കെ കഫ് സിറപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുകൂടാതെ തന്നെ പാരസെറ്റമോൾ പോലത്തെയുള്ള ഇത് ഇവിടെ കിട്ടും. ഇവിടെ പിന്നെ പാരസെറ്റമോൾ 500 ആണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഡോളോ എന്ന് പറഞ്ഞാൽ 650 അല്ലേ ഉപയോഗിക്കുന്നത്. ഇവിടെയൊക്കെ 500 കൂടുതൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് പേസ്റ്റ് സാധനങ്ങൾ, പിന്നെ മൗത്ത് വാഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നല്ല ചില പെർഫ്യൂംസും കിട്ടാറുണ്ട്. ഇത് ഷാമ്പൂവിൻ്റെ സൈഡുകളാണ് കേട്ടോ. പിന്നെ ഹെയർ കെയറിനുള്ള ഓയിലുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ പിന്നെന്താ, ഈ സെക്ഷനിലോട്ട് വരുന്നതാണ് നമ്മുടെയൊക്കെ മിക്കവാറും കുട്ടികളുടെ ഫേവറേറ്റ് കോൾഡ് ഡ്രിങ്ക്സ്, സ്പ്രൈറ്റ്, 7up അങ്ങനെയുള്ള. പിന്നെ മിനറൽ വാട്ടർ ഇവിടെ വാങ്ങേണ്ടി വരും കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ഹാർഡ് വാട്ടറാണ്. അപ്പോൾ ഈ മിനറൽ വാട്ടറുകൾ ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത് സോഡ പോലത്തെ സാധനങ്ങൾ. ഇതാണ് മെയിൻ ഏരിയ. ഇഷ്ടംപോലെ വൈനുകളുണ്ട്. ഈ സെക്ഷൻ മൊത്തം ബിയറുകളാണ് ഇരിക്കുന്നത്. ഹെയ്ൻകൻ, ബഡ്വൈസർ, അങ്ങനെ പല ബ്രാൻഡുകളുണ്ട്. പിന്നെ ഗിന്നസ് ഇവിടെ ഐറിഷ് സ്പെഷ്യലാണ്. എന്നാലും എനിക്ക് പക്ഷേ ഗിന്നസ് നമ്മൾ പബ്ബിൽ പോയി വാങ്ങുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ ഇവിടെയും കുറച്ച് ബോട്ടിൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ കളക്ഷൻസ് നമുക്ക് ആൾഡിയിലും നമ്മുടെ ഡാൻസിലൊക്കെ കിട്ടും. ഇനി അങ്ങോട്ട് കണ്ടോ, ഇതൊക്കെ വൈൻസാണ് കേട്ടോ. ഇത് ഫുൾ വൈൻ്റെ സെക്ഷനാണ്. പലതരത്തിലുള്ള വൈനുകളുണ്ട് കേട്ടോ. അങ്ങനെ ഇതും വൈനുകളാണ്, പല ഫ്ലേവേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടുതലും വൈനുകൾ ഒത്തിരി കഴിക്കും കേട്ടോ. പിന്നെ ഇവിടുത്തെ മറ്റൊരു മെയിനാണ് ജെയിംസണൊക്കെ ഇവിടുത്തെയാണ് കേട്ടോ. ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് സ്മിർനോഫ് ഐസ്. ഇത് വളരെ 7% ആൽക്കഹോളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഓഫറുണ്ട്. ഈ റെഡ് ഇതിൽ കാണുന്നുണ്ട് 5.99. അതൊക്കെ ഓഫറുകളാണ്. അപ്പോൾ ഇതിനൊക്കെ പല ടൈപ്പിൽ ഓഫറുണ്ട്. ക്രിസ്മസ്, ജനുവരി, ഈസ്റ്റർ ആ സമയത്തൊക്കെ ഓഫർ വരും. ഇനിയിപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഞാൻ ഓൾറെഡി ആദ്യം പേയ്മെൻറ്റ് ചെയ്തു. പിന്നെയും കുറച്ച് സാധനം എടുക്കേണ്ട വീണ്ടും വന്നതാണ്. അപ്പോൾ ബാസ്ക്കറ്റിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുമല്ലോ. അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. നമ്മളപ്പം ഈ സാധനങ്ങളെടുത്ത് സ്കാൻ ചെയ്യും. ജസ്റ്റ് സ്കാൻ ചെയ്യാണ്. ഓക്കെ, അതായി. പിന്നെ അടുത്തെടുത്തു, ഇതൊന്ന് സ്കാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ എമൗണ്ട് നമുക്ക് ആ സ്ക്രീനിൽ കാണാം കേട്ടോ. ഫ്രൂട്ട്സൊക്കെ അവസാനം ചെയ്യാം, കാരണം അത് വെയ് ചെയ്യും. ഓക്കെ, ഇനി ഇത് കണ്ടോ, അതിൻ്റെ ബാലൻസ് നമുക്ക് ഇവിടെ കാണിക്കാം. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രൂട്ട്സ് ചെയ്യണം. ഫ്രൂട്ട്സിൽ പോവാം. ബനാന എടുത്ത് വയ്ക്കുന്നു. ബനാന അപ്പോൾ അവിടെ വെയ് ചെയ്യും. 1.36 അത് വെയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെ എടുത്ത് വയ്ക്കും. അപ്പോൾ തന്നെ അത് ഇത് ചെയ്തോളും. ഇപ്പോൾ ഇത്രയല്ലേ. ഇനി നമുക്ക് മാംഗോ തപ്പാണ്. ആ മാംഗോ കാണാനില്ലല്ലോ എന്നും പറഞ്ഞ് അതിൻ്റെ സാധനം മാംഗോ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ മാംഗോയും കൂടെ വെയ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യാം. മാംഗോ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളത് തന്നെ എടുത്ത് 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എടുത്ത് മാറ്റി. ഓക്കെ, ഇനി അത് കൺഫേം കൊടുത്താൽ നമുക്ക് ഇത് ചെയ്യാം. ചില സ്റ്റിക്കറുള്ളത് മാത്രമേ നമുക്ക് സ്കാൻ ചെയ്യാൻ വരും. ബാക്കിയുള്ളത് നമ്മൾ മാനുവലി ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഓക്കെ, രണ്ടാമത്തെ മാനുവൽ എടുത്ത് മാറ്റി. ഇനി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം.
അത് കാണിക്കാത്തതുകൊണ്ട് ഇവരുടെ സ്റ്റാഫ് വന്ന് നമുക്കത് ക്ലിയർ ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ അവരുടെ ഒരു ഇതുണ്ട്, ID അത് വെച്ച് അവർ നമുക്ക് 8.84 കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഓഫേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ഓഫേഴ്സ് നമുക്ക് ലിഡിൽ പ്ലസിൻ്റെ ഒരു കാർഡുണ്ട്, ലിഡിൽ പ്ലസ്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഓഫേഴ്സൊക്കെ ഉണ്ടാകും. ഈ ഓഫേഴ്സ് ഉള്ളതൊക്കെ ആപ്ലിക്കബിളാണ് ലിഡിൽ പ്ലസ് കാർഡുള്ളവർക്ക് മാത്രമാണ്. ഇതാണ് ലിഡിൽ പ്ലസ് എൻ്റെ ബാർകോഡ്. അപ്പോൾ ഇത് നമുക്ക് അതിലോട്ട് കാണിച്ച് സ്കാൻ ചെയ്യാം. ഇത് സ്കാൻ ചെയ്തു അപ്പോൾ നോക്കിയോ ഈ എമൗണ്ട് കുറയും കണ്ടോ. ഇപ്പോൾ 8.84 ആയിരുന്നു അല്ലേ, ഇപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ 7.64. അങ്ങനെയാണ് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. റെസിപ്റ്റ് എടുക്കുക, റെസിപ്റ്റ് എടുത്ത് പോയാൽ നമുക്കിവിടെ സ്കാൻ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഗേറ്റ് തുറന്നില്ല, സ്കാൻ ആയിട്ടുണ്ടാവില്ല. ഒന്നും കൂടെ സ്കാൻ ചെയ്തു, ഓക്കെ, ഡോർ തുറന്നു, അങ്ങനെ പോകുന്നു. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പരിപാടി. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഇത് വന്നിട്ട് ബില്ല് ഏകദേശം 31 അതിൽ കാണിക്കുന്നത്. പക്ഷേ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം ഏകദേശം 35. ഇതൊരു 3-4 ദിവസത്തുള്ള സാധനങ്ങളുടെ ഷോപ്പിംഗാണ്. ഇപ്പം പാല്, ഫ്രഷ് മിൽക്കാണ് ഞങ്ങൾ സാധനം എപ്പോഴും വാങ്ങുന്നത്, മീൻസ് ഫുൾ ക്രീമിൻ്റെ. പിന്നെ ചോക്ലേറ്റ് പോലത്തെ ക്രോസൻ പോലത്തെ ഒരു ബ്രെഡ് ടൈപ്പ് സാധനമാണിത്. പിന്നെ ഇത് ക്രോസൻ്റാണ്. പിന്നെ ഇത് പ്രോൺസാണ്. പിന്നെ കുറച്ച് ബർഗർ ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോക്കനട്ട് വാട്ടർ ഞങ്ങളുടെ സ്പെഷ്യലാണ് കേട്ടോ. നാട്ടിൽ കരിക്കൊക്കെ മിസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങിച്ചത് കഴിക്കും. ഇത് മാംഗോ. പിന്നെ ബനാന നമ്മൾ വെയിറ്റ് ചെയ്താണ് എടുക്കുന്നത്. വെയിറ്റ് ചെയ്തിട്ട് അത് എത്ര വരും അതിനനുസരിച്ചാണ് പേയ്മെൻറ്റ് കേട്ടോ. ഇത് മാംഗോ ചങ്ക്സ് നമ്മുടെ സ്മൂത്തിയിലിടാനും പിന്നെ ഷേക്ക് അടിക്കാനും ഒക്കെ നല്ലൊരു സാധനമാണ് കേട്ടോ അത്. പിന്നെ ഉള്ളത് ഇത് ഓറഞ്ച്. ഇത് ചെറിയ ഓറഞ്ചാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ കവറിങ് ഉരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ചില വലുത് ഭയങ്കര പാഴാണ്, നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അത് ഇവാനും ഡെൻസിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു 2 സാധനങ്ങളാണ് ഇത് 2. ഇത് റെഡ് ഓണിയൻസ്. നമ്മൾ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചിലപ്പോൾ 1-2 ദിവസം കൂടുതലിരിക്കും. ഇത് മുസ്ലി എൻ്റെ ഒരു ഫേവറേറ്റാണ്. ഞങ്ങളിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുപോകേണ്ടി ഇതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ കോക്കനട്ട് മിൽക്ക് എടുത്താണ്. മീൻ കറിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അഥവാ തേങ്ങയില്ലാത്ത സമയത്ത് ഞാനാണ് മീൻ കറി ഉണ്ടെങ്കിൽ എളുപ്പം പരിപാടിക്ക് ഉപയോഗിക്കുന്നത് ഈ കോക്കനട്ട് മിൽക്കാണ്. അത്ര ഹെൽത്തി ഓപ്ഷൻ അല്ല, എന്നാലും ഇത് അവക്കാടോ ഞങ്ങളുടെ ഒരു ഫേവറേറ്റാണ്. ഇവിടെ വന്നതിന് ശേഷം ഫേവറേറ്റായ ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ ഇതാണ് മറ്റേ ചിക്കൻ ബർഗറിൻ്റെ പാറ്റീസ്. അതും നല്ല സാധനമാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ല. നമ്മൾ എയർ ഫ്രയറിൽ വെച്ച് ജസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ ഏകദേശം ഒരു 35-36 euro ആണ് ആയത്. പക്ഷേ ഞങ്ങൾ ആദ്യം വരുമ്പോഴത്തേക്ക് ഒത്തിരി റേറ്റ് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ കുറഞ്ഞു. എല്ലായിടത്തും ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതനുസരിച്ച് പ്രൈസൊക്കെ കുറഞ്ഞു. ഈ മേശ മൊത്തം കച്ചടയാണ്. ഇവൻ്റെ ടോയ്സ് മൊത്തമൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലിഡിലെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോകൾ വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.